എല്ലാവരും എന്തെടുക്കുവാ? ഇന്ന് 1-ാം തീയതി അല്ലേ. ഞാൻ രാവിലെ അമ്പലത്തിലെല്ലാം ഒന്ന് പോയി, മോനുമായിട്ടാണ് പോയത്. നല്ല മഴയുണ്ടായിരുന്നു. തിരിച്ചു വന്നപ്പോൾ പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞു. സാമ്പാർ വെച്ച് ഇഡ്ഡലി ഉണ്ടാക്കി, മോൻ കഴിച്ചു, അവൻ പോയി. ഞാൻ ചേമ്പിൻ്റെ കാര്യം തന്നെ പറഞ്ഞില്ലേ, ഈ ചേമ്പാണ് എൻ്റെ ഇല. ഇത് ഇഷ്ടം പോലെ നമുക്കുണ്ടാകും കണ്ടിക്കുന്നതനുസരിച്ച്. ഇതിൻ്റെ ഇല കണ്ടിച്ചാണ് നമ്മൾ ഇലയും തണ്ടും എല്ലാം കൂടെ നമ്മൾ തോരൻ വയ്ക്കുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ ഇന്ന് ഇത് തന്നെയാണ് ഞങ്ങൾ തോരൻ വയ്ക്കാൻ പോകുന്നത്. ഈ ചേമ്പിൻ്റെ ഇല ഞങ്ങൾ കണ്ടിട്ട് തോരൻ വയ്ക്കുന്നത്. ഇതിൻ്റെ തണ്ടും ഇലയും എല്ലാം കൂടി കൂട്ടി തോരൻ വെക്കാനുണ്ടോ. നല്ല ഔഷധമുള്ള, അതായത് ഈ കർക്കിടക മാസത്തിൽ ഇങ്ങനെയുള്ള ഇലകൾ കൂട്ടണം. അതായത് മുരിങ്ങയില ഒഴികെ ബാക്കി എല്ലാ ഇലയും കൂട്ടാൻ പറ്റും. അതൊക്കെ വേണം ഇന്ന് എല്ലാവരും കർക്കിടക മാസത്തിൽ ഇലകളെല്ലാം കൂട്ടണം. ഇതൊക്കെ നല്ല ഔഷധമാണ്. അതായത് എത്ര വയ്യ, ഇതിപ്പം ഷുഗറുകാർക്കൊക്കെ നല്ലതാണ്. ഷുഗറുകാർക്ക് കൊളസ്ട്രോളുകാർക്കൊക്കെ നല്ലതാണ്. ഒറ്റയടിക്ക് മാറുന്നല്ല, എന്നാലും ഇത് കൂട്ടിയാൽ ഇത് നമുക്ക് വീട്ടിൽ ഒരു ചോട് കൊണ്ട് വെച്ചാൽ മതി, നിറച്ചുണ്ടാകും. ഞങ്ങളുടെ അപ്പുറത്ത് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഏറെ ഉണ്ടാകും. അത് പറിച്ച് നമുക്ക് കറി വയ്ക്കാൻ പറ്റും. പിന്നെ ഞാൻ പച്ചക്കറി കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ഇഞ്ചിയൊക്കെ നല്ലോണം കിളുത്തിട്ടുണ്ട്, വെണ്ടയെല്ലാം കിളുത്തിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത രീതി ഞങ്ങളുടെ വീട്ടിൽ ആവശ്യത്തിനൊക്കെ കുറച്ച് പച്ചക്കറിയൊക്കെ ഞങ്ങൾക്കുണ്ട്. ഇതൊരു വെണ്ടയാണ്. പിന്നെ നമ്മുടെ ഇതുണ്ട്, ഇത് വെള്ള കാന്താരി. ഇത് കണ്ടോ, ഇത് നിറച്ച് കാന്താരി ഉണ്ടായിട്ടുണ്ട്. ഇത് വെള്ള കാന്താരിയാണ്. ഇതൊക്കെയാണ് ഞാനിവിടെ തോരനും മെഴുക്കുവരട്ടിക്കും ഒക്കെ മീൻ പറ്റിക്കാനും ഒക്കെ ഞങ്ങൾ ഇതാണ് എടുക്കുന്നത്. നല്ല ടേസ്റ്റ് അല്ലേ ഇതിട്ട് പോകും. നമ്മുടെ സ്വന്തം പറമ്പിൽ വെക്കുന്നത്, നമ്മുടെ സ്വന്തം മുറ്റത്തൊക്കെ കിളുത്ത് നിൽക്കുന്ന കാണുമ്പോൾ നമുക്കൊരു ഭംഗിയില്ല ഇതൊക്കെ കാണാനായിട്ട്. ഞാനിതെല്ലാം ചെയ്യും. എൻ്റെ പറമ്പിൽ, എൻ്റെ വീട്ടിലെല്ലാം എനിക്ക് ഒരു മടിയില്ല. ചേനയും ചേമ്പും കാച്ചിലൊക്കെ ഞാൻ വയ്ക്കും. അതൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഞങ്ങൾക്ക് ആവശ്യത്തിന് ഞങ്ങൾക്ക് പറിച്ചെടുക്കുന്നുണ്ട്. പുറത്തുനിന്ന് മേടിക്കാതെ ഞങ്ങൾ കഴിയുന്നുണ്ട്. വല്ലപ്പോഴും ഒരു കിറ്റ് മേടിക്കും, അതുകൊണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് പച്ചക്കറി മേടിക്കുന്നത്. ബാക്കി എല്ലാം ഞങ്ങളുടെ വീട്ടിലെ പച്ചക്കറികളാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പുറം കാണിച്ചല്ലോ, അവിടുന്ന് ഇപ്പുറമായിട്ട് വന്നത് കണ്ടോ. ഈ കുറേ ഞങ്ങളുടെ പുറവശം കണ്ടോ, ഞങ്ങളുടെ വെണ്ട കണ്ടോ, വെണ്ട പൂത്തിട്ടുണ്ട്, വെണ്ടയ്ക്ക ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ കാന്താരി എല്ലാം ദേ പൂത്ത് നിൽക്കും. നിറച്ച് കാന്താരി ഉണ്ട് കണ്ടോ. വെള്ളക്കാന്താരി അല്ല, പച്ചക്കാന്താരി. വെള്ളക്കാന്താരി ഞങ്ങൾക്ക് അപ്പുറം നിൽപ്പുണ്ട്. പിന്നെ അത് ഇവിടെ ഉണ്ട് ചേമ്പ് കണ്ടോ. ഇത് വലിയ ചേമ്പല്ലേ ഇതിൻ്റെ, കണ്ടോ. ഞാൻ പറഞ്ഞില്ല, ഔഷധമുള്ള ചേമ്പിൻ്റെ ഇലയാണ്. പിന്നെ ചീര നിൽപ്പുണ്ട്. അതേ പാവലൊക്കെ കയറി വരുന്നുണ്ട്. ഇവിടെയൊക്കെ എല്ലാം ഉണ്ട്. ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. എല്ലാം നല്ല രീതിയിൽ ഞങ്ങൾ ഓണത്തിലേക്ക് ഇപ്പോഴേ ഞങ്ങൾ റെഡിയാക്കും എല്ലാം. ഇതും ഒരു ചീരയാണ്. ഇത് മറ്റേ ഇതിൻ്റെ തലയ്ക്ക് ഒടിച്ചു നമ്മൾ തോരൻ വയ്ക്കും. നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ഇലയ്ക്ക്. ഇതെല്ലായിടത്തും ഉണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇതെനിക്ക് എൻ്റെ ഒരു കൂട്ടുകാർ തന്നാണ്. ഇവിടെ കൊണ്ടുവച്ച് ഞങ്ങൾ ഇഷ്ടംപോലെ ഒടിച്ച് തോരൻ വെച്ചു. ഇത് പെട്ടെന്ന് ഒടിക്കുന്നതനുസരിച്ച് ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട്. ഇതിനിപ്പോൾ നാളെ വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് എന്തായാലും ഞങ്ങൾ ചേമ്പിൻ്റെ ഇല തോരൻ വെക്കുന്നത്. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇതുപോലെ കാന്താരി വെള്ളയും പച്ചയൊക്കെ ഉണ്ട്. എല്ലാവരും അവനവൻ്റെ വീട്ടിൽ ഒരു 10 മൂടെങ്കിലും, വേണ്ട ഒരു 5 മൂടെങ്കിലും എല്ലാ പച്ചക്കറി നടുവാണെങ്കിൽ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് കഴിക്കാൻ പറ്റും. എന്നെ സംബന്ധിച്ച് ഞങ്ങൾ എൻ്റെ മരുമോൾ ഗർഭിണിയായിരുന്നപ്പോഴും നമ്മുടെ വീട്ടിൽ നിന്ന് കോവയ്ക്കായും പാവയ്ക്ക പടവല എല്ലാം ഞാൻ ഒരുപാടല്ല കുറേശ്ശെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അവനവൻ്റെ വീടുകളിൽ ചെയ്ത് ചെറിയ ചട്ടിക്കകത്ത് വെച്ചാൽ മതിയെന്നേ. ഞാൻ ചെറിയ ഒത്തിരി കണ്ടില്ല, കൊച്ചു കൊച്ചു ചട്ടികൾ നിരത്തി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ചട്ടിക്കകത്തൊക്കെയാണ് വെക്കാറുള്ളത്. അതും പെട്ടെന്നാവും. അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിലൊക്കെ വീടുകൾ ചെയ്യുക. എനിക്ക് നേരമില്ല, എനിക്ക് ഇനി ഇതെല്ലാം തോരൻ വെക്കണം, ഉച്ചക്കത്തേനുള്ള പരിപാടി ചെയ്യണം. എല്ലാവരും ഇതെല്ലാം അതുപോലെ ചെയ്യണം. എൻ്റെ പിച്ചാത്തിക്കൊന്നും ആരും പേടിക്കേണ്ട, ഇത് കണ്ടിക്കാൻ കൊണ്ടുവന്ന പിച്ചാത്തിയാണ്. അതുകൊണ്ട് ഇത് ആരും പേടിക്കേണ്ട. എല്ലാവരും ഓടിപ്പോയി ചെന്നെല്ലാം ചെയ്യാം. ഞാൻ ഓടിപ്പോട്ടെ.